ഇപ്പോൾ നമ്മോടൊപ്പം മന്ത്രി PM മുഹമ്മദ് റിയാസ് ചേരുന്നു. മുഹമ്മദ് റിയാസ്, നമസ്കാരം. ഇന്ന് എപ്പോഴത്തേക്കായിരിക്കും അങ്ങോട്ടേക്ക് എത്തുക, ഈ ദുരന്ത ഭൂമിയിലേക്ക്? ആകുമ്പോഴേക്കും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മന്ത്രി AK ശശീന്ദ്രനും ഞാനും അങ്ങോട്ടേക്ക് പോകാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പൊ നിശ്ചയിച്ചിട്ടുള്ളത്. അവിടെ എത്തിയതിനു ശേഷം എങ്ങനെ ഏകോപനം നടത്താം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് വേണ്ട വിധത്തിൽ വിവരങ്ങൾ ശേഖരിക്കാനൊക്കെ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? നിലവിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിയുടെ ഒക്കെ നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ 11 ദിവസം എല്ലാ നിലയിലുമുള്ള ഏകോപനവും ഇടപെടലുകളും ഒക്കെ നടക്കുന്നുണ്ട്. കാര്യങ്ങൾ ഞങ്ങളെല്ലാം ഓരോ ഡെവലപ്മെന്റും ഓരോ കാര്യങ്ങളും അതാത് ഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഇനി നേരിട്ട് അവിടെ പോയി നേരത്തെ ഫോണിലും മറ്റും സംസാരിച്ചവരുമായും അല്ലാതെ മറ്റ് ആളുകളുമായും ഒക്കെ തന്നെ ചർച്ച നടത്തി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ബന്ധുക്കളായി അവിടെ ഇപ്പോഴും ജിതിൻ അടക്കമുള്ളവരൊക്കെ തുടരുന്നുണ്ട്. ബന്ധുക്കളുമായി ഇതിനിടയ്ക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? അവരുടെയൊക്കെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം എന്തായിരുന്നു ലഭിച്ചത്? തുടക്കം മുതൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സർക്കാർ അധികൃതരൊക്കെ അവരെ ഒപ്പം തന്നെ ചേർത്ത് നിർത്തുന്നുണ്ട് എന്നതുകൊണ്ടുകൂടിയാണ്. ബന്ധുക്കളുമായി ഫോൺ സംസാരിച്ചിരുന്നു, നേരിട്ട് സംസാരിച്ചിരുന്നു. ഞാൻ അവരുടെ വീട്ടിൽ പോയിരുന്നു, സംസാരിച്ചിരുന്നു. അതല്ലാതെ ഫോണിലും നിരന്തരം സംസാരിക്കുന്നുണ്ട്. അവരുടെ പല പ്രയാസങ്ങളും ആശങ്കകളും ഉണ്ട്. അതാത് ഘട്ടത്തിൽ തന്നെ ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവര് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെയൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കണമോ അങ്ങനെയൊക്കെ തന്നെ നടപ്പിലാക്കേണ്ട ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുമായി തുടർച്ചയായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ കുടുംബ സുഹൃത്തുക്കളുമായും പ്രദേശവാസികളുമായും തുടർച്ചയായി ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ തികച്ചും പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ്. അതിപ്പോൾ ഈ തെരച്ചിലിനെ വളരെ പ്രതികൂലമായി ബാധിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. പുഴയിലെ നീരൊഴുക്ക് വളരെ ശക്തമാണ്. അത്തരം കാര്യങ്ങൾ ഒരു അനിശ്ചിതത്വത്തിന് വഴിവെക്കുന്നുണ്ടോ എന്ന കാര്യത്തിലൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. അതെ, അവരുമായി ഇന്നലെ രാത്രി കോണ്ടാക്ട് ചെയ്തപ്പോഴും ഇന്ന് രാവിലെ സംസാരിച്ചപ്പോഴും കാലാവസ്ഥ പ്രതികൂലമാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കാലാവസ്ഥയുടെ പ്രതികൂല സ്ഥിതി മാറുന്ന മുറക്ക് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനാകും എന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആ നിലയിൽ ഇപ്പോൾ ദൗത്യം 11 ദിവസം ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കാലാവസ്ഥ നിലവിലുള്ള പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് മാറ്റം വന്ന ഉടനെ തന്നെ മറ്റു കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനാകും എന്നുള്ളതാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. ഡൈവർമാർ ഉൾപ്പെടെ കാലാവസ്ഥ മഴ കുറഞ്ഞാൽ നദിയിലേക്ക് ഇറങ്ങും എന്നുള്ള വിവരങ്ങളും മറ്റും ആണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അർജുന് ഈ ഒരു സംഭവം ഉണ്ടായി, അല്ലെങ്കിൽ ഈ ഒരു അപകടം ഉണ്ടായി, ആ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളും ഉണ്ടാവുന്നുണ്ട്. അതായത് നമ്മുടെ സംസ്ഥാനത്തായിരുന്നുവെങ്കിൽ ഇത് എത്ര ഭംഗിയായി നടന്നേനെ എന്നും കർണാടകത്തിൽ എന്തുകൊണ്ടാണ് ഇത് മെല്ലെ പോയതെന്നും തുടക്കം മുതൽ തന്നെ ചർച്ചകൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ലോറി ഉടമയായ മനാഫ് വെളിപ്പെടുത്തുന്നത് ആ ലോറിയിൽ ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന തടികൾ കിട്ടിയതായി കുറച്ചുപേർ അറിയിച്ചു എന്ന് പറയുന്നു. അത്തരത്തിലൊക്കെ സംഭവം ഉണ്ടായി. ഒരുപക്ഷെ നേരത്തെ ഇത് അറിഞ്ഞിരുന്നു എങ്കിൽ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഉയരുന്നതും. അല്ല, ഇപ്പോ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് നിലപാട് പറയേണ്ട ഒരു സമയമല്ല. ഇപ്പൊ എല്ലാ നിലയിലും എല്ലാ ഏകോപനങ്ങൾക്കും പരിപൂർണ പിന്തുണ നൽകി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പരമപ്രധാനം. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരുമായി യോജിച്ചു നിന്നുകൊണ്ട് ചെയ്യുക, അത് തന്നെയാണ് ഇപ്പൊ ഏറ്റവും പ്രധാനം. അങ്ങനെ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, അതായത് ഈ കുടുംബം വളരെയധികം സൈബർ ആക്രമണം നേരിടുകയുണ്ടായി. അത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുകയോ ആ തരത്തിൽ നീങ്ങുകയോ ചെയ്യാൻ പദ്ധതിയുണ്ടോ? വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഞാൻ ഇന്നലെ അവരുടെ വീട്ടിൽ പോയ സമയത്ത് അവര് ശ്രദ്ധപ്പെടുത്തിയ കാര്യമാണ്. അവിടുത്തെ പരിസരവാസികളും കടുത്ത പ്രതിഷേധത്തിലാണ് ഈ സൈബർ അക്രമത്തിനെതിരെ. എങ്ങനെയാണ് ഈ കുടുംബത്തെയൊക്കെ സൈബർ അക്രമം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് വരിക? അതൊരു പ്രധാന പ്രശ്നമല്ലേ? ആ കുടുംബത്തിന്റെ ഒരു മാനസികാവസ്ഥ നമുക്കറിയാവുന്നതല്ലേ? ആ കുടുംബം എന്നല്ല, ലോകത്ത് എവിടെയുമുള്ള മലയാളികളും വല്ലാത്തൊരു മാനസിക പ്രയാസത്തിലാണ്. അപ്പോൾ അങ്ങനെ മാനസിക പ്രയാസത്തിൽ നിൽക്കുമ്പോൾ ആ കുടുംബത്തിന്റെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ ആ കുടുംബത്തെ എങ്ങനെയാണ് സൈബർ വേട്ടയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി തോന്നുന്നത്? മനുഷ്യത്വമുള്ള ആർക്കെങ്കിലും തോന്നുമോ? ഇവരുടെയൊക്കെ മനസ്സ് എന്ത് മനസ്സാണ്? ഒരു തരത്തിൽ ഇതിനോട് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കർക്കശമായ നിലപാട്
ഇത്തരം സൈബർ ആക്രമണം നടത്തിയവർക്കെതിരെ കൈക്കൊള്ളാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒരു തരത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇന്നലെ അവിടെ പോയ ഘട്ടത്തിൽ അവർ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്, അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വളരെ അപലപിക്കേണ്ട, ഒരിക്കലും ഒരു സമൂഹത്തിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ലാത്ത നിലപാടാണ് ചില മനുഷ്യർ എന്ന് പറയുന്ന ചിലരെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇതിനോട് യോജിക്കാൻ പറ്റുക? കർക്കശ നിലപാട് ഇതിലെടുത്ത് പോകുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആലോചനകൾ, എന്തെങ്കിലും പരിഗണനകൾ ഇപ്പോൾ നിലവിൽ ഉണ്ടോ? അല്ല, അതൊക്കെ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇപ്പൊ നമ്മൾ പ്രധാനമായും ഈ ലക്ഷ്യത്തിലെത്തുക, ഈ രക്ഷാദൗത്യം എല്ലാവരെയും ഏകോപിപ്പിച്ച് എല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ട് നടത്തുക, അതിന് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, എന്തൊക്കെ ശ്രമമാണ് നടത്തേണ്ടത്, അത് മുഴുവൻ നടത്തുക എന്നുള്ളതാണ് അതിൽ പ്രധാനം. തീർച്ചയായിട്ടും ഒരുപാട് നന്ദി. ഒപ്പം ചേർന്നതിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ഇന്ന് ഉച്ചയോടുകൂടി മന്ത്രി എ കെ ശശീന്ദ്രനും പി എ മുഹമ്മദ് റിയാസും അവിടേക്ക് എത്തും, അങ്കോലയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്.